കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് ബ്ലോക്കിലെ രോഗികൾ ശുചിമുറിയില്ലാതെ ദുരിതത്തിൽ. അറ്റകുറ്റപ്പണിക്കായി പൊളിച്ചിട്ട ശുചിമുറിയുടെ പണി 3 മാസമായിട്ടും പൂർത്തിയായിട്ടില്ല. കിടപ്പ് രോഗികൾക്കുൾപ്പെടെ പ്രാഥമിക കാര്യങ്ങൾക്കായി മറ്റു നിലകളിലേക്ക് പോകേണ്ട സാഹചര്യമാണ്. ഈ ബോർഡ് ഇവിടെ വന്നിട്ട് 3 മാസം കഴിഞ്ഞു. 100-ലധികം രോഗികൾ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡയാലിസിസ് ബ്ലോക്കിലെ അവസ്ഥയാണിത്. ഇവിടുത്തെ രോഗികൾക്ക് ഉപയോഗിക്കാനുള്ള 3 ശുചിമുറികൾ വെള്ളം കെട്ടി നിന്നതിനെ തുടർന്ന് 3 മാസം മുമ്പാണ് പൊളിച്ചത്. 1 മാസത്തിനകം നവീകരണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ശരിയായിട്ടില്ല. വരുന്ന രോഗികൾക്ക് അവിടെ ഒന്നെങ്കിൽ 5ലോ അല്ലെങ്കിൽ 4ലോ പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അത് വരുന്ന സ്ട്രെച്ചറിലും വീൽ ചെയറിലൊക്കെ ആയിട്ടാണ് ഇവർ വരുന്നത്. ഇവർ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും പിന്നെ 4ലോ 5ലും പോയിട്ട് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ അതിൽ കിടക്കുന്ന രോഗികൾ ഏകദേശം എല്ലാവരും 10 രോഗി ഉണ്ടെങ്കിൽ 8 രോഗി വൊമിറ്റ് ചെയ്യണം. എന്തായാലും ഇപ്പം വൊമിറ്റോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യും. അതും കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ 4ലോ അല്ലെങ്കിൽ 5ലോ ഫ്ലോറിൽ പോയിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് വരേണ്ട ഒരു സാഹചര്യം വരുന്നത്. കിടപ്പ് രോഗികളെ ഉൾപ്പെടെ മറ്റുള്ള നിലകളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഒരു മിനിമം ഫെസിലിറ്റിയാണ് ഒരു പേഷ്യൻറ്റിൻ്റെ. കാരണം സ്ട്രെച്ചറിലും വീൽ ചെയറിലും വരുന്ന രോഗികൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ലിഫ്റ്റിലോ ഇതിലോ പോകാനേ കഴിയുള്ളൂ. ആകെ ഒരു 2 ലിഫ്റ്റ് ഉണ്ട്. അതിൽ ഓൾറെഡി എപ്പോഴും എന്തായാലും കംപ്ലൈൻറ്റ് വരാം. 6th ഫ്ലോറിലുള്ള എല്ലാ രോഗികളും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗികൾക്ക് ഉപയോഗിക്കാനായി ശുചിമുറിയുടെ പണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് രോഗികളും കൂട്ടിയിരിപ്പുകാരും ആവശ്യപ്പെടുന്നത്. മീഡിയ 1 കോഴിക്കോട്.